അയ്യോ കുഴി. എന്റെ വീടിന്റെ അടുത്തുള്ള തലപോയ തെങ്ങിന് ഇന്നലെ മിന്നലേറ്റു. ചൊറിയനലയുടെ മേലല്ലേ വീണത്, അപ്പൊ പിന്നെ ചൊറിഞ്ഞല്ലേ പറ്റൂ. അടിക്കടാ മക്കളെ കൈ. എടാ നന്ദു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അവനെന്താ എന്നെ സഹായിക്കാതെ പോയത്? കുഴപ്പമില്ല, ചിലപ്പോ തലയ്ക്ക് വല്ല അടി കിട്ടി അവന്റെ ഓർമ്മശക്തിയൊക്കെ പോയി കാണും. അതുപോലെ ഒരടിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പഴയതുപോലെ തന്നെ ആയിക്കോളും. ഇവിടെ 4-5 വർഷം പഠിച്ചിട്ടാ ഒരുത്തൻ ഡോക്ടർ ആവുന്നത്. അപ്പോഴവൻ തലക്കടി ചികിത്സ നടത്താൻ പോകുന്നത്. അടിപൊളി. കുറെ കാലത്തിന് ശേഷം പിക്നിക് ഇങ്ങനെ അടിച്ച് പൊളിക്കുന്നത്. കിറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷെ അവൾ എങ്ങനെ വരാനാ? അവൾക്ക് ഷൂട്ടിംഗ് ഇല്ലേ? അല്ല ഇതെന്താ? നോ മെൻഷൻ. നന്ദു, നിനക്ക് ഞങ്ങളുടെ ആഹാരം എടുത്തോണ്ട് നീ എങ്ങോട്ടാ ഈ പോകുന്നത്? നിങ്ങളെ പോലെ ജോലി ഇല്ലാതിരിക്കില്ല ഞാൻ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്റെ മുതലാളി പറയുന്നത് ഞാൻ കേൾക്കുള്ളൂ. അദ്ദേഹത്തിന്റെ ഉപ്പാണ് ഞാൻ കഴിക്കുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരുടെ ഉപ്പ് നമ്മൾ കഴിക്കുന്നുവോ അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥതയായി ജോലി ചെയ്യണം. അല്ല, ഇവനാരാ ജോലി കൊടുത്തത്? ആരുപ്പ് കൊടുത്ത കാര്യം പറഞ്ഞേ? എന്തോ പ്രശ്നമുണ്ട്. വരും കൂട്ടുകാരെ, നമുക്ക് പോയി നോക്കാം. അല്ല, ആരാ ഇവൻ? മോനെ കുട്ടാ, വാ തുറക്ക്. കാവ് കാവൂന്ന് കാറുമ്പോൾ കിട്ടുന്ന ഒരു രസം, അതുകൊണ്ടാണ് എന്റെ പേര് കൗബോയ്. നിനക്ക് ഓർമ്മ വേണം കുട്ടാ, നീ കൗബോയുടെ ഉപ്പാണ് കഴിക്കുന്നത്. ആരുടെ ഉപ്പാണോ നീ കാവു കാവു കഴിക്കുന്നത്, അവർക്കായി നീ ആത്മാർത്ഥമായി ജോലിയും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. വരൂ, ആഹാരം കഴിക്കൂ. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ എനിക്ക് എടുത്തതാ ചക്കര കുട്ടാ. ഓക്കേ ബോസ്. മുതലാളിക്ക് കൊടുക്കണം കാശ്മീരി ആപ്പിൾ. കഴിക്കാൻ സുഖമുള്ളത് പൂവമ്പഴം സിംഗിൾ. ഇതാണ് പൂവമ്പഴം, നല്ലൊരു വാഴപ്പഴം. വെരി ഗുഡ്. ശരി, ഇനി പൊക്കോളൂ. പോയി വെള്ളം പിടിച്ചു വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വരൂ. ഓക്കേ ബോസ്. അയ്യോ, ആ വൃത്തിയുടെ ചൊറിച്ചില് പിന്നെയും തുടങ്ങി. അയ്യോ. പണ്ടാരോ പറഞ്ഞു പഴഞ്ചൊല്ലിൽ പതിരില്ല. ഒരു കാലിൽ ചെരുപ്പുണ്ട്, മറ്റേത് കാണാനില്ല. അടി ചെരുപ്പേ കൈ. അല്ല കറുത്ത, നീ കിണറ്റിൻകരയിലോട്ട് പോയത് വെള്ളം കോരാനാണെങ്കിൽ ഈ കാലി ബക്കറ്റായിട്ട് എന്താ തിരിച്ചു വരുന്നേ? കാരണം എനിക്ക് കിണറ്റിൽ നിന്ന് വെള്ളം വീട്ടിലേക്കല്ല, വീട്ടിൽ നിന്നും എടുത്ത് കിണറ്റിൽ നിറയ്ക്കണം. ഇത് മുതലാളിയുടെ കൽപ്പനയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഉപ്പാണ് കഴിക്കുന്നത്. അദ്ദേഹം എന്റെ ബോസാണ്. അദ്ദേഹത്തിന്റെ പേര് കൗബോയ് എന്നാണ്. കാക്കയായിട്ട് എന്താ കൗന്ന് പേരിട്ടിരിക്കുന്നേ? അയ്യോ, കൗവെന്ന് ഉദ്ദേശിച്ചത് പശുവല്ല, കൗന്ന് കരയുന്ന കൗ. അദ്ദേഹം എനിക്ക് ഉപ്പ് കഴിക്കാൻ തന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. കർത്ത, ബോസിന്റെ സുഹൃത്താ. വരുന്നു ബോസ്. ആ കൗബോയ് കർത്തെ കൊണ്ട് എന്തൊക്കെ ജോലിയാ ചെയ്യിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. വാ.
കർത്ത യെസ് ബോസ് ദാ വരുന്നു. കർത്ത യെസ് ബോസ്. എന്തിനാ നീ ഇത്ര വലിയ ഒച്ച വച്ചത്? കാവ്, എന്റെ തലവേദനിക്കുന്നു. പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ചെല്ല്, പോ. കാവ്. ഇപ്പൊ കൊണ്ടുവരാം ബോസ്. കർത്ത, നീ അത് വേഗം വൃത്തിയാക്ക. ഇപ്പൊ വൃത്തിയാക്കാം ബോസ്. ഉപ്പ് കഴിച്ചുകൊണ്ടേയിരിക്കൂ. കാരണം ഓർമ്മ വേണം, നീ ആരുടെ ഉപ്പാണോ കഴിക്കുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യണം. കർത്ത, നീ പോയി എന്റെ ഡ്രസ് അലക്കിയിട്ട് വേഗം വരൂ. ഞാനത് അലക്കി ബോസ്. എനിക്ക് വേണ്ടി എന്തെങ്കിലും നേരം പോക്കുണ്ടാക്കൂ. എന്നെ വേഗം ചിരിപ്പിക്കൂ. കാവ് കാവ്. നിനക്ക് മനസ്സിലായോ കർത്ത? ഓ ഓ ഓ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കാവ് കാവ്. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കാവ് കാവ്. കാക്കേ കാക്കേ കൂടെ വിടെ, കാവ് കാവ് കാവ്. കാക്കേ കാക്കേ കൂടെ വിടെ, കാവ് കാവ് കാവ്. അയ്യോ! ഓ, അടിപൊളി ബോസ്. എത്ര മനോഹരമായാണ് പാടിയത്. മുകളിൽ കിടന്ന വിളക്ക് പോലും തങ്ങളുടെ കാൽക്കൽ വീണു. എടാ, എന്നെ വേഗം എടുത്ത് പഴയതുപോലെ മുകളിൽ കൊണ്ടാക്കിയിട്ട് വാ. വേഗം വന്നെടുക്ക. കോണിപ്പടിയെ എനിക്ക് ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ ഞാൻ വീണു പോകും. കാവ്. ഓ, 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 ഓ. സമയമായിരിക്കുന്നു കർത്ത. ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. കാവ് കാവ്. വാകർത്ത, നമുക്ക് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഒരിക്കലുമില്ല, ഞാൻ ബോസിന്റെ ഉപ്പ് കഴിച്ചിട്ടുണ്ട്. എടാ, കുറച്ച് ഉപ്പിന് വേണ്ടിട്ട് നീ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത്? നീ വീട്ടിലേക്ക് വാ. നല്ല ഉപ്പിട്ട ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ നിനക്ക് ഉണ്ടാക്കി തരാം. നോ എന്നതിന്റെ അർത്ഥം ഇല്ല, ഇല്ല എന്നതിന്റെ അർത്ഥം നോ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തുണിയിൽ മൂടിക്കെട്ടി പിടിച്ചോണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ആരാണ് പോപ്പെട്ട, ആരാണ് കർത്ത? അതുപോലും അറിയാത്ത മണ്ടന്മാരാണോ ഈ നിൽക്കുന്നത്? ഐഡിയ, നമുക്ക് ആ കൗബോയുടെ ഉപ്പ് പാത്രം കൈക്കലാക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്ദുവിനെ കഴിപ്പിക്കാം. അപ്പോ നന്ദു നമ്മൾ പറയുന്നത് അനുസരിക്കും. ഗുഡ്, എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാം. 4 പേര് ചേർന്ന് വിവരമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും സ്വന്തമായിട്ടങ്ങ് ഡോക്ടറാണെന്ന് തീരുമാനിച്ചോ? ആ കറുത്ത മിക്കവാറും ഇവിടെ കാണും. കഷ്ടം തന്നെ. കറണ്ട് പോലും കറുത്തേ വെച്ച് അവൻ ഉണ്ടാക്കുന്നേ. ഇതായിരിക്കുന്നു ഉപ്പ്. ആരാത്? കാവ്, എന്റെ ഉപ്പെടുക്കാൻ മാത്രം നിനക്ക് എവിടെ നിന്നാടാ ഇത്ര ധൈര്യം കിട്ടിയത്? ആരാടാ നീ? കാവ് കാവ്. ഞങ്ങളൊക്കെ കറുത്തേരെ കൂട്ടുകാരാ. അവനെ കൊണ്ടുപോകാൻ വന്നതാ. അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റോ? നേരത്തെ തന്നെ എന്റെ എല്ലാ വേലക്കാരും എന്നെ വിട്ട് ഇവിടുന്ന് പോയതാണ്. അതുകൊണ്ട് ഉപ്പ് കൊടുത്തു കൊടുത്ത് ഞാൻ കർത്തയെ എന്റെ വരുതിയിലാക്കിയതാണ്. കാവ്, മനസ്സിലായോ? അതോ ഇനിയും മനസ്സിലാക്കണോ? ഇങ്ങനെയുള്ള തരികിട പരിപാടി കാണിച്ച ആരാടോ തന്റെ കൂടെ വേലക്കാരനായിട്ട് നിൽക്കുക? അയ്യോ, ദേ പോയി. ഞാൻ പിടിക്കാം. അയ്യോ! ആ.
വായി തുറക്ക് കർത്ത. വേണ്ട. കർത്ത, നീ എന്റെ ഉപ്പാണ് കഴിച്ചിരിക്കുന്നത്. ആ മെഷീനിൽ നിന്ന് താഴെ ഇറങ്ങ്. നീ എന്റെ ഉപ്പാണ് കഴിച്ചിരിക്കുന്നത്. ഈ കൗബോയി ഇടിച്ച് പഞ്ഞിക്കിട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ തുണി നനപ്പിക്കുമല്ലേ നീ? ഇന്ന ചപ്പാത്തി ഉണ്ടാക്കണമല്ലേ? ഇന്ന പിടിച്ചോ. വീട് നോക്കണമല്ലേ? എന്നാ പിടിച്ചോ. കർത്താ, ദൈവത്തെ ഓർത്ത് നീ എനിക്ക് മാപ്പ് തരണം. ഇനി എന്റെ ജോലികളെല്ലാം ഞാൻ സ്വയം ചെയ്തോളാം. അഥവാ ഞാൻ ഇനി വേലക്കാരെ വെച്ചാലും അവരോട് ഞാൻ നല്ല രീതിയിൽ മാത്രമേ പെരുമാറുകയുള്ളൂ. സത്യം, ക്ഷമിക്കേ. പിന്നെ നന്ദു, നീ ആരുടെ ഒപ്പാണ് കഴിക്കുന്നത് അവരടുത്ത് ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. ഇതൊരു പാഠമാണ്. മാത്രമല്ല, നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരെ നീ ഒരിക്കലും വെറുക്കാനോ മറക്കാനോ പാടില്ല. താങ്ക് യു ഫ്രണ്ട്സ്.